കദളിവായ കയ്യിലിരുന്നി കാക്കിന്നി വിരുന്നു വിളിച്ച് വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുക്കം. രസണ്ട്. ഇതിന്തേതാ മീൻ വെക്കാൻ പോയിട്ട് വേണ്ട സർട്ടു അതാർത്താ വണ്ടി. ഫാത്തിമ, ഞാൻ മൂസയല്ല ഷെരീഫാണ്. ഫാത്തിമ ഞാൻ ആലുവ ഷെരീഫാണ്. താങ്കളെ പറ്റിക്കാനൊന്നും നോക്കില്ലേ? ഏപ്രിൽ ഫൂൾ ഇനിയും കൊറേ ദിവസമുണ്ട്. മിസ്സിസ് ഫാത്തിമ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ മൂസയെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഒരാളെ പോലെ 7 പേരില്ലേ ദുനിയാവിൽ. ആയിക്കോട്ടെ, വിശ്വസിച്ച് പറ്റുണ്ട്. എങ്കിൽ വിശ്വസിക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അപരൻ കാനഡയിലുണ്ടായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. ഹസൻ അൽ അൽസൂരി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ അച്ഛനൊക്കെ പറയണേ. മൂസക്കായ്ക്ക് അപരനൊന്നുമില്ല, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അതെന്താ, ഉമ്മൻചാണ്ടിക്ക് മാത്രമേ അപരൻ ഉണ്ടാവുള്ളൂ? നമ്മക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഏത് ബ്യൂട്ടി പാർലറിലാ പോയത്? വഴിയിൽ കണ്ട പലരും എന്നോട് ഇത് തന്നെയാ ചോദിച്ചത്. അതുപോലെയല്ലല്ലോ, ഭാര്യക്കത് മനസ്സിലാവണ്ടേ? അങ്ങോട്ട് തിരിഞ്ഞിക്ക്. നിങ്ങളായിട്ടാ വലിയ വാച്ചയും വർത്താനവും കുപ്പായം ഇട്ടിട്ട് കാര്യമല്ല. തിരിഞ്ഞിക്ക്, നമ്മളേല് വേറെ നമ്പർ ഉണ്ട്. തിരിഞ്ഞിക്ക്, അടയാളുണ്ട് നമ്മളേല്. എന്താ? എത്രയോ കാലായി നമ്മൾ നിങ്ങളെങ്ങനെ ഒന്ന് കാണണം വിചാരിച്ചിട്ട്. തരില്ല, തലയില് തരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പവറിനായിട്ട് നടന്നൂടെ? നിങ്ങൾ മുസക്കായല്ലോ. ഇപ്പൊ വിശ്വാസായല്ലോ. അല്ല, നിങ്ങൾ ആരെന്തിനാ മന്നേ? ഈ ഹസൻ അൻസൂരി എന്തിനാ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയത്? തന്നെ പോലെ ഇരിക്കുന്ന ആളെ കാണാനല്ലേ? തെറ്റൊന്നുമില്ല, പക്ഷെ മൂസക്കായ് വിടില്ല. മൂപ്പർ നേർ വെളുക്കുമ്പോ പോവും മീൻ വെക്കാനായിട്ട്. പിന്നെ വെയില് ചൂടാവുമ്പോഴത്തേക്കേ വരൂ. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പണം തിരിച്ചേൽപ്പിച്ച് മൂസ മാതൃക എന്നൊരു വാർത്ത പത്രത്തിൽ കണ്ടു. അതോടൊപ്പം ഫോട്ടോ ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ച് പിടിച്ചാ ഞാൻ വന്നത്. മൂപ്പരാണൊരു പരോപകാരിയാ. 1,05,000 കിട്ടുണ്ടായില്ലേ? മൂപ്പര നേർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തി. പത്രത്തിൽ ഫോട്ടോ വന്നേന്നല്ലാണ്ട് ഒരു 5 സെന്റ് ഉപകാരം ഉണ്ടായില്ല. അല്ല, ഈ മൂസക്കായി ഇപ്പൊ എവിടെ പോയാൽ കാണാൻ പറ്റും? നിങ്ങൾ കേറി കുത്തിരിക്കേ, മൂപ്പരിപ്പ വരൂ. ചായ എടുക്കട്ടെ? പഞ്ചാരന്റെ സുഖേടൊന്നും കണ്ടാലങ്ങനെ രസമുള്ളൊരു മനുഷ്യൻ. മൂസ, ഈ ആയിരുന്നോ? അനക്കെന്താ മീൻ വിൽക്കാൻ പോവാനൊന്നുമില്ലേ? ഓ, രാവിലെ തന്നെ പാൻറ് സാഹിബിന് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉമ്മ, ഞാൻ മൂസയല്ല. എന്താ മക്കാറാക്കുക? അന്നെ കണ്ടാലേ തിരിച്ചറിയാതിരിക്കാൻ മാത്രം വയസ്സൊന്നും എനിക്കായിട്ടില്ല. ഞാൻ മൂസക്കായി കാണാൻ വന്നതാ. എന്തിനാണ് മൂസ ഇങ്ങനെ ബേസം മാറി നടക്കുന്നത്? വെള്ളക്കോളം ജോലി കിട്ടുന്നു വിചാരിച്ചിട്ടാ? ഏടോ, എനിക്ക് ഈ ജന്മത്തെ വെള്ളക്കോളം ജോലി കിട്ടുന്നു വിചാരിക്കണ്ട. ഈ മണ്ണിനടിയിൽ പോണത് വരെ മീൻകൊട്ട ചുമക്കും. ഓരോരോ വേഷം കെട്ടി നടക്കുന്നു.
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ മേലൊട്ടാകെ സ്പ്രേ പറ്റിട്ടുണ്ട്. ഈ എന്താ കടല് കടന്ന് ഗൾഫിലേക്ക് പോവോ? ഞാൻ ഗൾഫിലെ ജോലി ചെയ്യുന്നത്, അവർക്ക് നാട്ടിൽ വന്നു. ആണോ? ആ പൈസ ഉണ്ടാക്കാനേ എന്ത് കോലവും കിട്ടും മനുഷ്യന്മാര്. എന്നാ മൂസ് അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ വിചാരിച്ചത്. അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇഞ്ച കദീസുമ്മ, ഇത് ഇഞ്ച മൂസക്കായി അല്ല. മൂപ്പർ പോലെ ഉണ്ടായിട്ട് എവിടെ കാണാൻ വന്നാ നമ്മളെ മൂസക്കായിനാ. എന്റെ പടച്ചോനെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത മാതിരി ഉണ്ട്. മുറിച്ച മുറി തന്നെ പടച്ചോന്റെ ഓരോ കുതിർത്തേ. ദാ ചായ. അങ്ങക്കല്ല മൂപ്പേർക്കുള്ള. അല്ല, ഉമ്മ കുടിക്കട്ടെ. അല്ല എന്നാ കുടിച്ചോളേ. ഉമ്മ കുടിച്ചോളൂ. എന്നാ ഞാൻ വേറെ ചായ. വേണ്ട, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. ഓന് തിരക്കാ. എന്നാ ഞാൻ മൂസക്കായിനോട് പറയാ. ശരി എന്നാ. നല്ല വലിയ മൂസക്കായ്ക്ക് ഇങ്ങനെ ആയാലെന്തോ. മീനാറ്റില്ലാത്ത പെയിന്റും ഷർട്ടും ഇട്ടി നല്ല വിദ്യാഭ്യാസമുള്ള ആളെ പോലെ മിസ്സിസ് ഫാത്തിമ അങ്ങനൊക്കെ നടന്നെന്തോ. എന്താ പാത്തോ വന്നവനോട് നമുക്ക് മോപത്ത് തോന്നിയാ? പോകതീസുമ അങ്ങനെയൊന്നുമില്ല. മിസ്സിസ് ഫാത്തിമ റസിയ, ആ ഉപ്പച്ചിന്റെ ഈ വേഷത്തില്? ഓ സോറി ട്ടോ, ഞാൻ ഉപ്പച്ചിയാണെന്ന് വിചാരിച്ച്. കണ്ട ഉപ്പച്ചി തന്നെയാണെന്നേ പറയൂ. ഉപ്പച്ചിയാണെന്ന് കൂട്ടിക്കോളൂ. അല്ല നിങ്ങൾ ആരാ? റസിയയുടെ ഉപ്പാനെ കാണാൻ വന്നതാ, ഒന്ന് അഭിനന്ദിക്കാൻ. പത്രത്തിൽ ഫോട്ടോ കണ്ടിരുന്നു. ആ അല്ല എന്നെ എങ്ങനെ മനസ്സിലായി? എന്നെ പോലെ ഇരിക്കുന്ന ഒരാളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ ഒരു താല്പര്യം തോന്നി. ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നിങ്ങൾ വാ തുറന്നാല് ആളുകൾക്ക് മനസ്സിലാവും ഉപ്പച്ചി അല്ലാന്ന്. ഉപ്പച്ചി പഴഞ്ചൻ ഭാഷയിലെ സംസാരിക്കുള്ളൂ. കീറിയ മുണ്ടും ചുളിഞ്ഞ ഷർട്ടും അതൊക്കെ ഇടുള്ളൂ. റസിയക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ഉപ്പയായിരിക്കും ഇഷ്ടമല്ലേ? അതെ, എന്റെ ഉപ്പച്ചിനെ ഇപ്പോഴത്തെ കോലത്തിൽ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊന്നും പരിചയപ്പെടുത്താനേ പറ്റൂല. നാണക്കേടാ. എന്നൊരു കാര്യം ചെയ്യൂ, ഉപ്പയാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തു. അല്ലോ ഞാനോ? റസീത്ത് കോളേജിൽ പോകുന്നില്ലേ? ആ കോളേജിലേക്കുള്ള വഴിയില്ല. ഉപ്പാനോട് കത്തി വെച്ചോണ്ടിരുന്ന ലേറ്റ് ആവൂലേ? താത്തന്റെ ഫാമിലി ആൽബത്തിൽ കണ്ടിട്ടുണ്ട് ഉപ്പാന്റെ ഫോട്ടോ. ലേശം ഡൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? 75 വയസ്സുള്ള യേശുദാസ് വരെ ഡൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താ എനിക്ക് ഡൈ ചെയ്താ? ഉപ്പ ഒരു പാവം മീൻ കച്ചവടക്കാരനാണെന്ന് ഇത്ത പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇതൊരു ന്യൂ ജനറേഷൻ ഡാഡി അല്ലേ? അത് പിന്നെ ഇത്താത്തനോട് കത്തി വെച്ചോണ്ടിരുന്നാലേ ഞാൻ ലേറ്റ് ആവും. ഞാൻ പോവാ. ഇല്ല, അവള് ലേറ്റ് ആവില്ല, അവളെ ഞാൻ കൊണ്ടുവിടും. അപ്പൊ ബൈ. അല്ല സത്യാണോ നിങ്ങൾ പറയുന്നേ? നിങ്ങൾ എന്റെ വണ്ടി കൊണ്ടുപോകും? പിന്നെ മോളെ ഞാൻ കൊണ്ടുവിടും. എന്നാ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എന്റെ ഉപ്പച്ചിയാണെന്ന് പറഞ്ഞ്. പിന്നെന്താ, പരിചയപ്പെടുത്തിക്കോളൂ. സോ മെനി താങ്ക്സ്. It's my pleasure. Come on. Let's have a happy drive. കേറിക്കോ. വാ. എല്ലാ ദിവസവും കോളേജിൽ പോകുന്നല്ലേ, നമുക്കിന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി നടക്കാം. ഈ പൊരി വെയിലത്തോ നീ അങ്ങോട്ട് പോയാ മതി. ഞാൻ കൂടെ ഉള്ളപ്പോ നിനക്ക് പൊരുവയിലും നിലാവല്ലേ. നീ അടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെയില് വെയില് തന്നെയാ. ഒന്ന് റൊമാൻറ്റിക്കായി സംസാരിക്കാൻ അടുത്തൊരു ലവർ. ബീച്ചിലും പാർക്കിലും ഒന്നും പോവാതെ അങ്ങോട്ട് സ്നേഹിച്ചാ മതി കേട്ടോ. എന്നാ പിന്നെ നമുക്ക് തിയേറ്ററിലേക്ക് പോയാലോ? അവിടെ ആകുമ്പോ വെയിലും കൊള്ളണ്ട, ശീതീകരിച്ച തിയേറ്ററിൽ നീയും ഞാനും മുട്ടിയൊരു. എന്നാ നമുക്ക് മൾട്ടിപ്ലക്സിൽ പോവാം. അല്ല, അവിടെ ടിക്കറ്റിന് 200 ഉറുപ്പ്യല്ലേ? അല്ല, നമുക്ക് രണ്ടാക്കും കൂടി 400. പിന്നെ ഇന്റർവെല്ലിന് ചോളാപ്പൊരി വാങ്ങിയാൽ 100 വേറെ. ഇത്രയും വലിയൊരു പിശുക്കനെ സ്നേഹിക്കാൻ തന്നാ എന്നെ വേണം പറയാൻ. നീ അല്ലേ പറഞ്ഞത് നിന്റെ ഉപ്പ വലിയ ചെമ്മീൻ എക്സ്പോർട്ടർ ആണെന്ന്? ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവുമല്ലോ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ലക്ഷങ്ങള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ നിന്റെ ഉപ്പ. മോള് പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഉപ്പാന്റെ ഫോട്ടോ ഇവനെ മൊബൈലിൽ കണ്ടിരുന്നു. നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. എന്താ ഇന്ന് കോളേജിൽ പോണില്ലേ? പോകുന്ന വഴിയാണ്. അതെ, ഈ റോഡ് സൈഡിൽ നിന്നുള്ള ചുറ്റിക്കളിയൊന്നും വേണ്ട, മനസ്സിലായല്ലോ?
നിങ്ങൾ ആ കൂൾ ബാറിൽ പോയിരുന്ന് സംസാരിക്കും. ഞാനിന്ന് രാവിലെ ഇവന് പോക്കറ്റ് മണി കൊടുക്കാൻ മറന്നുപോയി. ദാ, അല്ല ഇങ്ങള് ദസ്വാനെ, ഞാനും നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. കോളേജ് ലൈഫ് ആകുമ്പം ലവ് അഫെയർ ഉണ്ടാവുന്നത് സ്വാഭാവികം. ദാറ്റ് ക്വൈറ്റ് നാച്ചുറൽ. പ്രായതല്ലേ, എനിക്കെല്ലാം മനസ്സിലാവും. വാങ്ങിച്ചോളൂ. ഇങ്ങനെ എന്നും പോക്കറ്റ് മണി കൊടുക്കുന്ന ഉപ്പയെന്ന് ഇവൻ പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ വിശ്വാസായി. എന്നാ പോവാ റിസ്വാനെ കുൾബാറിലേക്ക്? വാ. ചെല്ല്. അല്ല ഇങ്ങള് ഏയ്, ചുമ്മാ ചുമ്മാ പോ. കണ്ട് പരിചയം പോടാ. ശരി കേട്ടോ. കുട്ടികളുടെ ഒക്കെ ഒരു കാര്യം. കുറെ നേരമായി നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞമ്മക്കാകെ തല ഭരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ? അപ്പൊ നമ്മളല്ല, ഓനെയാണല്ലേ? അല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. നിങ്ങൾ നന്നായാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഷെരീഫ്, ആലുവ ഷെരീഫ്. ഉപ്പച്ചീനെക്കാട്ടും കൂടുതൽ വിദ്യാഭ്യാസം, ഉപ്പച്ചീനെക്കാട്ടും നല്ല ഭാഷയിലുള്ള സംസാരം, നല്ല ഡ്രസ് സെൻസ്, എവിടെ വേണേലും എന്റെ ഉപ്പച്ചി എന്ന് പറഞ്ഞ എനിക്ക് അഭിമാനത്തോടെ പ്രസന്റ് ചെയ്യാവുന്ന ഒരാള്. ദിവസവും രാവിലെ ഒരു 100-500 ഉറുപ്പ്യ പോക്കറ്റ് മണി തന്നി വിടുന്ന ഉദാരമതിയായ ഉപ്പ. കൊതിയായിട്ട് പാടില്ല ഉമ്മച്ചിയെ. എന്നാ പിന്നെ ഓന്റെ ഒപ്പം പോയി പുറത്തോളിങ്ങള്. സത്യം പറയുമ്പോ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. സത്യത്തിന്റെ മുഖം വികൃതാണ്. വികൃതാണ്. നിങ്ങൾ എല്ലാരും ഓനെ കണ്ട്, നമ്മളെ പരിചയക്കാര് മുഴുവൻ കണ്ട്. നമ്മള് മാത്രം ഇതുവരെ കണ്ടില്ല ഓനെ. അയ്യോ. നിങ്ങളെ കാണാൻ ഇവിടെ വന്ന് എത്ര നേരം പാവം കാത്തുകുത്തിയിരുന്നി. അല്ല, ഓനെന്തിനപ്പ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചും ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങളെ അഭിനന്ദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഉപ്പച്ചീന്റെ ഫോട്ടോ പത്രത്തിൽ കൊണ്ട് വന്നാ. ചെലപ്പോ എന്തെങ്കിലും സമ്മാനമൊക്കെ കൊണ്ടായിരിക്കും വന്നേ. പൂത്ത പൈസ കയ്യിലുള്ളത് ഇതൊക്കെ ഒരു ഹരാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുക. സമ്മാനവും പൈസ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടില്ലേ? സമ്മാനം തന്നില്ലെങ്കിലോ എന്നെ എന്നും വണ്ടിയിൽ കോളേജിൽ കൊണ്ട് വിട്ടാ മതി. അത് ശരി. അന്നൊന്നും ഓനാ കോളേജ് കൊണ്ട് വിട്ടേ? കണ്ട ആണുങ്ങളെ വണ്ടി കയറാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നടി? നാട്ടുകാർ കണ്ട എന്താ പറയാ? ഓ, ആൾക്കാര് കണ്ടവരൊക്കെ വിചാരിച്ചേ ഞാൻ ഉപ്പച്ചീന്റെ കൂടെ പോയെന്നാ. എന്റെ ഫ്രണ്ട്സ് പറയാ എന്റെ ഉപ്പച്ചി എന്തൊരു ഹാൻസം ആണെന്ന്. ഹാൻസം എന്ന് വെച്ചാല് സുന്ദരൻ, സുമുഖൻ. അത് ശരിയാട്ടോ, ഒരു തലനാരയെ പോലും നെച്ചിയില്ല. അത് ശരി. അപ്പൊ ഈ ഓന്റെ മോത്തേക്ക് എന്നെ നോക്കി കുത്തിരുന്നല്ലേ? പിന്നെ പൊരയിൽ വന്ന ഒരാളെ മോത്തോ കണ്ടിക്കാൻ പറ്റൂ? ആരായാലും നോക്കി പോപ്പച്ചേ. ജെന്റിൽമാൻ. പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി അടക്കടക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞോട്ടേയിരിക്കൂ. എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞോ? പറഞ്ഞു. അയാളുടെ ഇലക്ട്രിഫൈങ്, മെസ്മറൈസിങ്, ഹൈ വോൾട്ടേജ് പ്രസൻസ് കൊണ്ട് എനിക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് നേട്ടോ? ഓന്റെ ലൈനും എല്ലാം ഉറച്ചുണ്ടാവും, അതായിരിക്കും പറയുന്നത്. ഉപ്പച്ചേ, ഇനി നിങ്ങളോട് എനിക്കൊരു അപേക്ഷ കേട്ടോ. ഇനി എന്റെ കോളേജ് ഫ്രണ്ട്സിന്റെ മുന്നില് നിങ്ങൾ ഉണക്ക ലുങ്കി എടുത്തൊന്നും വരരുത് പ്ലീസ്. അതെന്നെയാ എനിക്കും പറയാനുള്ളേ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് അയാളാണ് എന്റെ ഉപ്പച്ചി. അല്ല, അയാൾ ഇനിയിപ്പോ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാൻ പോവുക. അയാൾക്ക് നാട്ടിൽ പണിയൊന്നും ഇല്ലേ? ഏതായാലും അയാൾ വന്ന ഒരു നല്ല കാര്യത്തിൽ വന്ന് കുട്ടിക്കോളി. പത്തോ, അന്നോട് നമുക്കൊരു കാര്യം പറയാണ്ട്. എന്താണ്? അനക്ക് ഇന്നെ ഓനെയും തമ്മിൽ മാറിപ്പോവരുത്. എനിക്ക് അങ്ങനെ മാറിപ്പോ. അല്ല ഇല്ല അല്ല, നിങ്ങളെ മീനാറ്റം കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു മാറിപ്പോവില്ല. ഇല്ല. ഓന്റെ ഫോൺ നമ്പർ എന്റെ അടുത്ത്. നാളെ തന്നെ ഓനെ കാണണോ? ഓക്കെ, ഞാൻ എടുത്തരാം. നിങ്ങളിപ്പോ തിന്നി. തിന്നോടി. എനിക്കെങ്ങനെ ഇറങ്ങുക? നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ഓനെ ആലോചിക്കല്ലേ. നല്ലോണം കുറ്റോടി. വെള്ളം കുടിക്കണ്ടല്ലേ? എത്ര നേരമായി പത്തു ഇവനെ കാത്തുക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളൊന്ന് ക്ഷമിക്കി. ഇച്ചിരി നേരം കാത്തു കുത്തിയിരുന്നാലും അയാൾ വെറും കൈയോടൊന്നും വരൂല. എന്തെങ്കിലും കനിപ്പെട്ട സമ്മാനം ഉണ്ടാവും. 2 മണിക്ക് വരുന്നു പറഞ്ഞ ഇപ്പൊ മണി 5 നിങ്ങക്ക് മാത്രമൊന്നല്ല, നമുക്കും കാണുന്നുണ്ട്. ഞാനും കാത്തു കുത്തിയിരിക്കാം. ഇനി എന്തിനാ ഓനെ കാത്തിക്കണേ? അയാളെ കാണുമ്പോ എനിക്ക് നിങ്ങളെ ചെറുപ്പകാലം ഓർമ്മ വരും. നല്ല മണവും പെയിന്റും കുപ്പായും വർത്താനും ഒക്കെ. അല്ല, എനിക്ക് ഇടക്കിടക്ക് ഓനെ കാണാൻ തോന്നുന്നുണ്ടോ? നിങ്ങളെ മുഖം ആലോചിക്കുമ്പോ അങ്ങനെ. അതേ, ഒരാളെ പോലെ ആൾക്കാരെ പടച്ചോൻ പടച്ചു വിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഓരോക്കാണ്ട് തേടി പിടിച്ചോ. ഈ അല്ല, അങ്ങനെ മുച്ചക്കായി ഷെരീഫിനെ കാണാന്നും പറഞ്ഞിട്ട് എത്ര നേരായി?
അതിന് നിങ്ങളെന്തിനാണ് നോക്കി കുത്തിരിക്കണത്? മൂസ നന്നായാലും എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും. അന്നേക്കാളും നല്ല ഭാഷ, സ്വഭാവം, പെരുമാറ്റം. പക്ഷേ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ. എന്തു പോയപ്പോ? ഓൻ എന്റെ രൂപമായി പോയി. അയാൾ ഇന്നിനി വരും തോന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓനെ പെണ്ണും പടക്കോഴൊന്നും ഇല്ലെങ്കില് പാത്തൂന് ഓന്റെ കൂടെ പോണ തന്നെയാ നല്ലത്. സുമങ്ങൾ കുടുംബകലഹം ഉണ്ടാക്കല്ലിട്ടോ. എനിക്ക് ഈ മൂസാന്റെ മോന്തല്ല ഇഷ്ടം, അത് ഓനുണ്ട്. പഠിപ്പും പത്രാസും എല്ലതും ഉണ്ട്. ആ, അത് മാത്രമാണ് കതീസുമ ഒരാള്. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് ഷെറീഫിന്. അന്റെ കുടുംബക്കാരെ ചങ്ങായിമാരൊക്കെ ഓൻ പോയി കണ്ടില്ലേ? ഓനെ കൊണ്ട് എല്ലാരും പറയുന്നതേ മൂസേനേക്കാളും നല്ല സ്വഭാവമാണ് എന്ന്. അല്ല, ഞമ്മളെ സ്വഭാവത്തിന് ഇപ്പൊ എന്താ കുഴപ്പോ? ഓ, അനക്ക് നാട്ടുകാരെല്ലാരെയും കണ്ടുപിടിക്കൂലല്ലോ. ചില ആൾക്കാരുടെ അയത്തല്ല എനിക്ക്. ഇതാ കള്ളുടിയന്മാരെയും പെണ്ണുപിടിയന്മാരെയും നമ്മൾ അടുപ്പിക്കൂല. ഓൻ എല്ലാരോടും കമ്പനിയാ. ആ സുശീലന്റെ കൂടെ കറങ്ങി നടക്കുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, നാട്ടുകാർ മുഴുവൻ ഓനെ കണ്ട്, നമ്മള് മാത്രം കണ്ടില്ല. എന്താണെങ്കിലും പൊരയിലേക്ക് വരുന്നു തോന്നണില്ല. നിങ്ങൾ വണ്ടി എടുത്ത് പോയി നോക്കി. നമ്മള് പോവാ. ദാ ഞമ്മളൊരു അന്വേഷണം പറയണേ. ചെയ്യൂ. ദാ, എനിക്ക് അർജന്റ് ആയിട്ട് ഒന്ന് കാണണമെന്ന് പറയണേ മോനെ. ആ. മോൻ അങ്ങോട്ട് നോക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ സത്യം തന്നെ. ഞമ്മ മൂപ്പരാ ചേരിയ. എന്തൊരു സ്റ്റൈലാണ് ഓനെ കാണാൻ. പറഞ്ഞ മൂപ്പര് പോയി. അത് സാരല്ല, അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. മിനെ, മിനെ. ആ, ആ എന്താ മൂസക്ക മീൻ? അയിലുണ്ട്, മത്തിയുണ്ട്, ചെമ്മിയുണ്ട്, മാന്തയുണ്ട്. ആ ആരൊക്കെ ചെമ്മീൻ ഇങ്ങടുത്തേക്ക്? അല്ല, ഒരു മാസം പൈസ തരാണ്ട് കിട്ടും. ഇതെന്താ മൂസക്ക ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് ഞാൻ പൈസ തന്ന്? ആര്? ഞമ്മളോ? ഞമ്മള് വാങ്ങിയില്ലല്ലോ. രാത്രിയിൽ ആ കവലയിൽ വെച്ച് മൂസക്ക എണ്ണി വാങ്ങിയതല്ലേ? ഇങ്ങനെ മറവി വന്നാ ശരിയാവില്ല മൂസക്ക. ഞമ്മക്ക് മറവിയൊന്നുമില്ല. 2200 റുപ്യ നിങ്ങൾ ഞമ്മക്ക് തരാണ്ട്. ഇന്നലെ രാത്രി കൃത്യമായിട്ട് തന്നതാ. പറ്റുകാച്ച് കൃത്യമായിട്ട് പറഞ്ഞ് എണ്ണി വാങ്ങിയതല്ലേ മൂസക്ക? വാങ്ങിയ കായ് വാങ്ങിയില്ലാന്ന് ഞമ്മള് പറയൂ? നിങ്ങൾ 10-12 കൊല്ലമായാലും ഞമ്മടെ അടുത്ത് മീൻ വാങ്ങാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ ഇന്നലെ രാത്രി മുതൽ മൂസക്ക അൽഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ട്. ഞമ്മക്ക് മറവിയൊന്നും പിടിച്ചില്ലേ? എന്നാ ഇന്നലെ രാവിലെ എനിക്കെന്ന് മീൻ ഏതാ? എത്ര ആൾക്കാർക്ക് മീൻ വിൽക്കണ ഞമ്മള്? ഓരോരുത്തർക്ക് കൊടുത്ത മീൻ ഏതാന്ന് ഓർത്ത് നടക്കുക ഞമ്മള്. അതാ പറഞ്ഞത് മൂസക്കയ്ക്ക് അൽഷിമേഴ്സ് ആണെന്ന്. മറവി രോഗം. കായ് വാങ്ങുമ്പോ ഞമ്മൾ ഏത് ഡ്രസ്സാട്ടീന്? ഇതെന്ത് ചോദ്യം മൂസക്ക? ഇതുപോലൊരു കൈലിമുണ്ടും ചുക്കി ചുളിഞ്ഞ ഷർട്ടും അങ്ങനെ അല്ലാതെ എപ്പോഴും കണ്ടുണ്ടോ? അയാള് ഭർത്താനം പറഞ്ഞത് നല്ല പോലെ തന്നെയോ, നല്ല ഭാഷയിൽ തന്നെയോ? ചീത്ത വാക്കൊന്നും പറഞ്ഞില്ല. അല്ല, ഇയാളെന്താ ആളെ കളിപ്പിക്ക? പൈസ മേടിച്ച് പോയിട്ട് പിറ്റേന്ന് ചോദ്യം ചെയ്യാ? അത് ഞാനല്ല, ഓനേക്കും. ആര്? ഞമ്മളെപ്പോലെ ഒരുത്തേ ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ട്. പൈസ വാങ്ങും ചെയ്തിട്ട് ഓരോന്ന് പറഞ്ഞു വരുന്നോ? 5ന്റെ പൈസ ഞാൻ തരില്ല മൂസക്ക. എനിക്കുള്ള മീനും വേണ്ട, ഒന്നും വേണ്ട. പടച്ച റബ്ബേ, ഓൻ പന്തിറക്കി കളി തുടങ്ങിക്കണല്ലോ ഞമ്മളെ കോർട്ടില്. ടോണോട്ട് വാസു 2500, അത് പോയി. അഖിൽ പെരുമുഖം 1800, അത് പോയി. എന്തപ്പ കഥ? ചുങ്കം ബാലൻ. മൂസ, ആ മെമ്പറെ കുത്തിരിക്കി. നിങ്ങൾക്ക് ഒരു ചായ അവിടെ പാത്തില്ലല്ലോ. ഓള് കുടുംബശ്രീക്ക് പോയതാ. ഞാനിപ്പോ എന്റെ തക്കാരത്തിനൊന്നും വന്നല്ല. ഒറ്റ ദിവസത്തേക്ക് മറക്കാനെന്നും പറഞ്ഞിട്ട് ഈ 10000 റുപ്യ വാങ്ങിയിട്ട് ദിവസം 3 ആയല്ലോ. ഏടന്റെ പൈസ? പൈസ? എന്ത് പൈസ? എന്ത് പൈസ എന്നോ? ആ ബാർബർ ഷാപ്പിന്റെ മുന്നിന്ന് 2 ദിവസം മുമ്പ് രാത്രി ഈ പൈസയും വാങ്ങി പോയത് എനിക്ക് ഓർമ്മയില്ലേ? എനക്ക് വേണ്ടിയല്ലേ ഞാൻ ATM കയറി പൈസ എടുത്ത്. നിങ്ങൾ എന്താ മെമ്പർ ഇപ്പൊ അറിയണേ? നമുക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവൂല. പൈസ വാങ്ങിയ രേഖയില്ലല്ലോ, സാക്ഷികളും ഇല്ല. അപ്പൊ എന്തു ആവാനല്ലേ? എന്നാലും മൂസ, വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് വിചാരിച്ചല്ലേ ചോദിച്ച നിമിഷം തന്നെ എനക്ക് ഞാൻ പണം എടുത്തെന്ന്. മെമ്പറെ, ഞമ്മളെപ്പോലെ ഒരുത്തൻ ഇവിടെ 2 ദിവസമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അയാളിന്റെ പറ്റ് പൈസ മുഴുവൻ വാങ്ങിക്കണ്. എന്റെ 10-30,000 റുപ്യ പോയി. അത് ശരി. വാങ്ങിയ പൈസ തിരിച്ചരാതൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കല്ലേ? സത്യാണ് മെമ്പറെ ഞമ്മള് പറയണേ. നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ കെട്ടിയോടും കുട്ടികളോടും ചോദിച്ചു നോക്കി. എന്റെ കെട്ടിയോളും കുട്ടികളും എന്റെ സൈഡല്ലേ പറയൂ. എന്റെ മെമ്പറെ, ഞമ്മള് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പട്ടിണി കിടന്നിട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു തരും. ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. എന്തപ്പം നമ്മൾ ചെയ്യാ? പോലീസിലൊരു പരാതി കൊടുത്താലോ? മെമ്പർ പേര്
പോലീസിൽ ഞാൻ കൊടുത്തോളും പരാതി. മൂസേന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. മെമ്പറെ നമ്മളെ പേരില് നാട്ടിലൊരാള് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് വലിയ കുറ്റല്ലേ? നാട്ടിലെ മെമ്പർ അത് അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ടാണ് നമുക്ക് ഒന്നിച്ചു പോയിട്ട് പരാതി കൊടുക്കാന്ന് അറിഞ്ഞേ. ആ അതാ പോലീസ് അത് അന്വേഷിച്ച് വരുന്ന. ഇങ്ങോട്ടോ? നിങ്ങളല്ലേ മേറ്റി മൂസ? ആ ആട്ടിൻതോലിട്ട ചെന്നായവൻ. നിന്നെ അറസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നത്. അല്ലോ എന്തിനാ നമ്മൾ അറസ്റ്റ് ചെയ്യണേ? വീട്ടിൽ കയറി സ്വർണ്ണമാലയും പൊന്നും കവർന്നതിന്. പഠിച്ചോനെ ഞമ്മളോ? മൂസയെ പറ്റി നല്ലതേ കേട്ടുള്ളൂ. പക്ഷെ എപ്പ മനസ്സിലായി ഇങ്ങനെ ഒരു മുഖണ്ടെന്ന്. എന്താ സാറേ സംഭവിച്ച്? അതെ, ഇയാള് പതിവായി മീൻ കൊടുക്കുന്ന വീട്ടില് കുടിക്കാൻ വെള്ളം ചോദിച്ച അകത്ത് കയറിയതാ. പരിചയക്കാരല്ലേന്ന് വിചാരിച്ച അവര് ചായ കൊടുത്തു വീട്ടിന്റെ അകത്ത് കയറ്റിട്ട്. അതിന്റെ ഇടയിൽ ആ വീട്ടുകാരുടെ കഴുത്തുനിന്ന് മാല പൊട്ടിക്കുമ്പോ അവർക്ക് എത്ര വേനായിട്ടുണ്ട് അവിടെ. കൂടാതെ അവളെ പീഡിപ്പിക്കാൻ നോക്കി. നമ്മളോ? സാറേ ഇയാളിന്റെ 10,000 രൂപ വാങ്ങിയിട്ട് തിരിച്ചു തരുന്നില്ല. എനിക്കുണ്ട് പരാതി. മെമ്പർ അത് ഞമ്മളല്ല. നീയാണോ അല്ലെന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. ഇടിയനിട്ടപ്പിന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടുമ്പോ നീയൊക്കെ മനസ്സിലാക്കടാ. കള്ളന്മാര്. അയാളിത് കേറി പിടിച്ചു പറ്റിയേ. ആ ഉപ്പച്ചിനെ പോലെ ഇരിക്കുന്ന ആള്. അയാളൊപ്പരം പോയിഞ്ഞു. വണ്ടി കയറ്റിട്ട് അയാൾ കോളേജിലേക്ക് ഒന്നല്ല കൊണ്ടുപോയേ, ഒരു പൊന്തക്കാട്ടിലേക്കാ. അവിടുന്ന് ഞാൻ എങ്ങനെയൊക്കെ കരഞ്ഞു പിടിച്ച് രക്ഷപ്പെട്ടാ ഉമ്മച്ചിയെ. ഓന്റെ പൊറമോടി കണ്ട് നമ്മൾ പറഞ്ഞൊക്കെ തെറ്റിപ്പോയി റസിയ. അയാൾ ഉപ്പന്റെ നല്ല പേര് മുതലാക്കി കൊറേ പൈസ തട്ടി. അന്റെ ഉപ്പനെ പോലീസ് പിടിച്ചോണ്ടോയിക്കണേ. ദല്ലോ. ഹലോ റസിയ, നോക്ക് ഉപ്പച്ചി പോലീസുകാരന് വന്ന് വരണം. വിശദമായ അന്വേഷണത്തില് മൂസ തെറ്റുകാരനല്ലെന്ന് മനസ്സിലായി. മൂസന്റെ അപരനെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂസയുടെ നല്ല പേര് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിരുന്ന അയാള്. പോലീസുകാരനെ ഇഞ്ചിഞ്ചായിട്ട് തല്ലിച്ചരച്ച് പത്തു. ഒടിയാനൊരെല്ലാം ഇനി ശരീരത്തിൽ ബാക്കിയില്ല. ക്ഷമിക്കണം, ആളറിയാതെ ഒന്ന് പെരുമാറിപ്പോയി. നല്ല ചൂടുവെള്ളം വെച്ചു കൊടുത്താൽ മതി. വെച്ചു കൊടുക്കാൻ നിങ്ങളെ കെട്ടിയോള് വരും അങ്ങോട്ടേ. നമ്മൾ നിങ്ങളെ ഇഞ്ചി ചതിക്കണ മാതിരി ചതിച്ചാളൂ. പിന്നെ നിങ്ങളെ കെട്ടിയോൾ നിങ്ങൾക്ക് ചൂടെല്ലാം വെച്ചേണ്ടി വരും. മനുഷ്യാവകാശ കമ്മീഷനിലെ കേസ് കൊടുക്കും ഞങ്ങള്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയ കള്ളക്കേസ് ചുമത്തി ഞാൻ വീണ്ടും ചതയ്ക്കും. അതാണ് ഞങ്ങളെ പോലീസുകാരെ രീതി. അങ്ങനെ ഈ ചെയ്താൽ നമ്മൾ കൊന്നാളൂ. പോയായിരുന്നു നമ്മളെ മുറ്റത്തുനിന്ന് കോരിങ്ങി. ഈ മുഖാണ് പത്തോ ഞമ്മക്ക് എല്ലാത്തിനും വിനയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അയാളുടെ മുഖവും അയാളുടെ ശരീരമല്ലേ ഇഷ്ടം? അയാളുടെ ഭാഷ, വേഷം, നിപ്പ്, നടപ്പ്. നമ്മക്ക് തെറ്റു പറ്റിപ്പോയി മൂസക്കായെ. നിങ്ങളെ വിസ്മിപ്പിച്ചതിന് മാപ്പ് മാപ്പ്. പുറമോടിയല്ല, മനസ്സാണ് പ്രധാനം നമുക്ക് മനസ്സിലായി.